ശ്രോതാക്കളുടെ മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായി മറുപടി നൽകുന്നത്. ഇന്ന് നമ്മോടൊപ്പം പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിൽ ഉള്ളത് ബഹുമാന്യനായ മുഹമ്മദ് സ്വാദിഖ് മദീനിയാണ്. അദ്ദേഹത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഫീഡ്ബാക്ക് വഴി വന്ന ചോദ്യങ്ങളിൽ നിന്ന് ആരംഭിക്കാം. അവിശ്വാസികളായ സഹോദരങ്ങൾ അവരുടെ പുതിയ വീട് വെച്ച് വീട് കൂടൽ ചടങ്ങിന് വിളിച്ചാൽ പങ്കെടുക്കുന്നതിൽ വല്ല അപാകതയുമുണ്ടോ എന്നാണ് ചോദ്യം. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വബഅദ്. പരിശുദ്ധ ദീൻ ഇസ്ലാം മനുഷ്യർക്ക് നൽകേണ്ട കുറേ സാമൂഹ്യ ബാധ്യതകളെക്കുറിച്ച് പറയുന്നുണ്ട്. പൊതുവെ മനുഷ്യരുമായി നല്ല നിലയിൽ പെരുമാറുക എന്നാണ്. സംസാരത്തിലും പെരുമാറ്റത്തിലുമൊക്കെ വഖൂലു ലിന്നാസി ഹുസ്ന, ജനങ്ങളോട് നല്ലത് പറയണം. മുസ്ലിമീങ്ങൾ തമ്മിലുള്ള ബാധ്യതകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇദാ ദഅക ഫഅജിബ്, നിന്നെ ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കുക. അതിൻ്റെ ഒരു മഫ്ഹൂം മുഖാലഫയായിട്ട് മറ്റുള്ള ആളുകൾ വിളിച്ചാൽ ക്ഷണം സ്വീകരിക്കേണ്ടതില്ല എന്നൊരർത്ഥം അതിനില്ല. അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം, പുണ്യം ചെയ്യണം, അവരോട് നീതി കാണിക്കണം എന്നൊക്കെയാണ്. അപ്പോൾ ദീനിന് എതിരല്ലാത്ത രൂപത്തിൽ ആണ് നമ്മൾ ഒരു പ്രോഗ്രാമിലേക്കാണ് വിളിക്കുന്നതെങ്കിൽ, ഇപ്പോൾ ഒരു ഭക്ഷണമാണ് എങ്കിൽ ഇസ്ലാം നിഷിദ്ധമാക്കിയ മാംസങ്ങൾ, ഭക്ഷണങ്ങൾ ഇല്ല, അവരുടെ ആരാധനയുടെ ഭാഗമായിട്ടല്ല ഉള്ള ഒരു ആഘോഷവുമല്ല എങ്കിൽ നമ്മൾക്ക് അത്തരം പരിപാടികൾ പങ്കെടുക്കാം. പൊതുവെ ഒരു വീട് കുടിയിരിക്കുമ്പോൾ എന്നത് ഒരു ആരാധനയുടെ ഭാഗമായിട്ടല്ല, മറിച്ച് അവരുടെ സന്തോഷത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. ആ രൂപത്തിൽ നമുക്കതിൽ പങ്കെടുക്കാം. 17 വയസ്സുള്ള മകൾ ഈയിടെയായി ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നു. വസ്ത്രധാരണത്തിൽ ചില മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങും. അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ, ഇത്രയും കാലം നിങ്ങളുടെ ഇഷ്ടത്തിനൊത്ത് ഞാൻ ജീവിച്ചു, ഇനി ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കട്ടെ എന്നാണ് മകളുടെ പ്രതികരണം. ഇതിൽ മനം തൊന്ത ഉമ്മയുടേതാണ് ചോദ്യം. ഞാൻ ഇനി എന്ത് ചെയ്യണം? ഞാൻ വളരെ മാനസികമായി പ്രയാസത്തിലാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്നമ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന, തീർച്ചയായും നിങ്ങളുടെ സമ്പത്തും സന്താനങ്ങളുമൊക്കെ പരീക്ഷണങ്ങളാണ്. പല രൂപത്തിൽ മക്കളെ കൊണ്ട് പരീക്ഷിക്കും. ഇവിടെ മാതാപിതാക്കൾ ചെയ്യേണ്ടത് മക്കൾക്ക് നൽകേണ്ട അവകാശങ്ങളും ഹക്കുകളും നൽകണം. ആ ഹക്കുകളിൽപ്പെട്ടതാണ് അവർക്ക് നല്ല പേരിടുക, അതേപോലെ തന്നെ ഇസ്ലാമികമായ മര്യാദകൾ അവർക്ക് നൽകുക, അവരെ ദീനി ചിട്ടയിൽ വളർത്തുക, മതവിദ്യാഭ്യാസം നൽകുക എന്നതൊക്കെ. അതൊക്കെ നൽകുന്ന രക്ഷിതാവാണ് എങ്കിൽ അതോടൊപ്പം അവർക്ക് നല്ല ഉപദേശങ്ങൾ നൽകുക, അവരുടെ മനസ്സിനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന രൂപത്തിലുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകുക, അതിലപ്പുറം അവർക്ക് വേണ്ടി റബ്ബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുക. നമ്മൾക്ക് ഒരാളെയും ഹിദായത്തിലാക്കുവാൻ സാധിക്കുകയില്ല, ഹിദായത്തിൻ്റെ വഴി കാണിച്ചു കൊടുക്കാനേ സാധിക്കുകയുള്ളൂ. ആ വിഷയത്തിൽ നമ്മൾ കൃത്യവിലോപം നടത്താതിരിക്കുക. മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മകൻ അദ്ദേഹത്തിൻ്റെ മാർഗത്തിലായിരുന്നില്ലല്ലോ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വാപ്പ അദ്ദേഹത്തിൻ്റെ മാർഗത്തിലായിരുന്നില്ല. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസ്സലമയുടെ മാർഗത്തിലായിരുന്നില്ല അവിടുത്തെ പിതൃ സഹോദരൻ ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യുക, റബ്ബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അതേപോലെ തന്നെ കുറേ പറഞ്ഞു ഇനി ഞാൻ പറയുന്നില്ല എന്ന ഒരു തലത്തിലേക്ക് എത്താതിരിക്കുക. ഇതൊക്കെയാണ് ഇൻഷാ അല്ലാഹ് ചെയ്യേണ്ടത്. ഈ കാര്യത്തിൽ ചെറുപ്രായത്തിൽ തന്നെ ദീനി വിദ്യാഭ്യാസവും മദ്രസയുടെ കാര്യങ്ങൾ, അതുപോലെ മദ്രസ പ്രായം കഴിഞ്ഞാൽ CRE, അതുപോലെ ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളുകൾ, ജുമാ ഖുത്തുബകൾ, ഇവയൊക്കെ കുടുംബസമേതം പങ്കെടുക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടായാൽ ഒരു പരിധിവരെ മക്കളെ അള്ളാഹുവിനെക്കുറിച്ചുള്ള ഭയവും മറ്റും നിമിത്തം ഇത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിർത്താം എന്ന് കൂട്ടിച്ചേർക്കാമെന്ന് തോന്നുന്നു. ഇൻഷാ അല്ലാഹ്. ഒരു സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ കടമ തൻ്റെ ഭർത്താവിനോടാണെന്നും ഭർത്താവിന് ഏറ്റവും കൂടുതൽ കടമ തൻ്റെ മാതാവിനോടാണെന്നും കേൾക്കാനിടയായി. ഇത് സ്വഹീഹായ ഹദീസാണോ എന്നാണ്. അതുപോലെ തന്നെ അവർ മറ്റൊരു ചോദ്യം ചോദിക്കുന്നത്, ഭർത്താവ് സുന്നത്ത് നമസ്കാര സമയത്ത് വിളിച്ചാൽ
നമസ്കാരം മുറിച്ച് ഭർത്താവിൻ്റെ വിളിക്ക് ഉത്തരം നൽകേണ്ടതുണ്ടോ എന്നൊക്കെയാണ്. ഇവിടെ ഇഹ്സാൻ ചെയ്യുക എന്നതും നഫഖത്ത് നൽകുക എന്നതും രണ്ടും രണ്ടായി മനസ്സിലാക്കണം. മൻ അഹഖു ബി ഹുസ്നി സ്വഹാബത്തി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു സ്വഹാബി ഒന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ ബാധ്യത ഉള്ളത് ആരോടാണ്, ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറേണ്ടതും ഒക്കെ ആരോടാണ്? അപ്പോൾ 3 തവണ ഉമ്മുക്ക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരാൾക്ക്, അതാണാകട്ടെ പെണ്ണാകട്ടെ, ഏറ്റവും കൂടുതൽ ഇഹ്സാനും ബിറും ചെയ്യേണ്ടത് അവരുടെ ഉമ്മയോടാണ്. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് ഇഹ്സാൻ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇഹ്സാൻ? പുണ്യം ചെയ്യുക, നന്മ ചെയ്യുക, ബിറ് ചെയ്യുക എന്നത് എന്തൊക്കെയാണ്? അവരെ സന്തോഷിപ്പിക്കുക, അവർക്ക് നൽകേണ്ട ബാധ്യതകളും അവകാശങ്ങളും നൽകുക, ഇതൊക്കെ അതിൻ്റെ ഭാഗങ്ങളായിട്ട് പെടും. അപ്പോൾ ആണ് പെണ്ണ് എല്ലാവരും മാതാപിതാക്കൾക്ക് ഒന്നാം സ്ഥാനം ഉമ്മാക്ക്, പിന്നെ വാപ്പാക്ക് എന്ന രൂപത്തിലാണ് നൽകേണ്ടത്. അപ്പോൾ പിന്നെ അടുത്ത ചോദ്യം, ഭാര്യ ഭർത്താക്കന്മാർ അവർ ഉമ്മക്കാണോ ഒന്നാം സ്ഥാനം നൽകേണ്ടത്, അല്ല ഭാര്യ ഭർത്താവിനാണോ, ഭർത്താവ് ഭാര്യയ്ക്കാണോ എന്ന് ചോദിച്ചാൽ, ഇവിടെയൊക്കെ കേവലം ഒരു ചോദ്യം എന്നതിലപ്പുറം കുടുംബജീവിതം എപ്പോഴും ഒരു താളത്തിനൊത്ത് പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ പോവുകയാണ് എങ്കിൽ സ്വാഭാവികമായി ഇത്തരം പ്രശ്നങ്ങൾ, ഈ ചോദ്യങ്ങൾ ഉണ്ടാകുകയില്ല. മറിച്ച് അവിടെ എല്ലാവർക്കും നൽകേണ്ട അവകാശങ്ങൾ നൽകുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ നഫഖത്ത് നൽകുക, ചെലവിന് കൊടുക്കുക, ഇതൊരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഉമ്മാക്കല്ല വാപ്പാക്കല്ല ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത് അവിടെ, മറിച്ച് ഭാര്യയ്ക്കാണ്, പിന്നെ ചെറിയ മക്കൾക്കാണ്, പിന്നെയാണ് ഉമ്മാക്ക് വാപ്പാക്ക് എന്ന സ്ഥാനമുള്ളത് നഫഖത്തിൻ്റെ കാര്യത്തിൽ. അതേപോലെ തന്നെ ഒരു ഭർത്താവ് ഭാര്യയെക്കുറിച്ച് നമ്മൾ ആശിറൂഹുന്ന ബിൽ മഅറൂഫ്, ഏറ്റവും സദാചാരപ്രകാരം നല്ല മുറപ്രകാരം നിങ്ങൾ ഭാര്യമാരുമായി പെരുമാറണം. അപ്പോൾ ഭാര്യയ്ക്ക് അവകാശം കൊടുക്കേണ്ടതുണ്ട്, ഭർത്താവിന് അവകാശം കൊടുക്കേണ്ടത്, മാതാപിതാക്കൾ കൊടുക്കേണ്ടത് എല്ലാവർക്കും നൽകണം. അപ്പോൾ വെറും ഇഹ്സാനും മാതാപിതാക്കൾക്ക് നൽകണം. അതേപോലെ തന്നെ ഈ മുആശറത്ത്, അത് ഭാര്യ ഭർത്താവ് എന്നിവർക്ക് നൽകണം. ഇതൊക്കെ നൽകേണ്ടതുണ്ട്. ഇതൊരു പ്രശ്നം, ഈ ചോദ്യമായി വരുന്നത് ഇതിൽ പിന്നെ പല വീടുകളിലും അല്ല പല കുടുംബങ്ങളിലും ഇതൊന്നും സമരസപ്പെട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥ വരുമ്പോഴാണ്. അവിടെ ബുദ്ധിമാനായ ഭർത്താവ്, ബുദ്ധിമതിയായ ഭാര്യയൊക്കെ ചെയ്യേണ്ടത് ഇത് കൂട്ടിപ്പിടിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന രൂപത്തിൽ എല്ലാവർക്കും ഇഹ്സാനും ബിറും നന്മയും അവകാശങ്ങളും ഒക്കെ നിർവഹിച്ചു കൊടുക്കുക എന്നാണ്. അതേപോലെ തന്നെ സുന്നത്ത് നിസ്കാരത്തിലാണ് എങ്കിൽ, ഭർത്താവ് വിളിക്കുന്നതെങ്കിൽ അവർ നമസ്കാരത്തിലാണ് എന്ന് അറിയിക്കുന്ന രൂപത്തിൽ ഒരു അല്ലാഹു അക്ബർ, റുക്കോയിലേക്ക് പോകുമ്പോൾ അല്പം ഉച്ചത്തിൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അവർ നിസ്കാരത്തിലാണ് എന്ന് ഭർത്താവിന് ബോധ്യപ്പെടുന്നു. അല്ല, ഇനി അതല്ല, വളരെ അടിയന്തരമായൊരു കാര്യത്തിലാണ് ഭർത്താവ് വിളിക്കുന്നത്, സുന്നത്ത് നിസ്കാരത്തിലാണ് എങ്കിൽ അവർക്ക് ആ നമസ്കാരം അവിടെ പെട്ടെന്ന് അവസാനിപ്പിക്കാവുന്നതുമാണ്. അല്ലാഹു ആലം. സ്വർണത്തിൻ്റെ സക്കാത്ത് കണക്കാക്കുമ്പോൾ 4 വയസ്സായ മകളുടെ സ്വർണവും ഉമ്മയുടെ സ്വർണവും വേറെ വേറെയാണോ കണക്കാക്കേണ്ടത്, അതോ ഒന്നിച്ചാണോ കണക്കാക്കേണ്ടതെന്നാണ് ചോദ്യം. ഒരു രക്ഷിതാവ് ഭാര്യയ്ക്ക് സ്വർണം വാങ്ങിക്കൊടുക്കുമ്പോൾ ഭാര്യയ്ക്ക് കൊടുക്കുന്നതാണ്, മക്കൾക്ക് വേണ്ടി കൊടുക്കുമ്പോൾ മക്കൾക്കുള്ളതാണ്. ഇനി അത്യാവശ്യം വരുമ്പോൾ അയാൾ ഒരു പക്ഷേ അത് അവരിന്ന് വാങ്ങും, ഒക്കെ ശരി തന്നെയാണെങ്കിൽ, പക്ഷേ മാനസികമായി നിയത്ത് നൽകിയിരിക്കുന്ന ഓരോരുത്തർക്കും പ്രത്യേകമാണ്. അതുകൊണ്ട് തന്നെ സക്കാത്ത് നോക്കുമ്പോൾ, കണക്കാക്കുമ്പോൾ ഓരോരുത്തർക്കും നിസാബ് എത്തിയിട്ടുണ്ടോ എന്നാണ് നോക്കേണ്ടത്. അതല്ല കുടുംബത്തിലുള്ള എല്ലാ ആളുകളുടെയും സ്വർണം ഒരുമിച്ച് ചേർത്ത് നിസാബ് എത്തിയിട്ടുണ്ടോ എന്നല്ല നോക്കേണ്ടത്. വിവാഹം എന്നത് വളരെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന, ആദർശപരമായ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുക എന്നത് വളരെയധികം പ്രയാസപ്പെട്ട ഒരു കാലഘട്ടത്തിൽ, കാണാൻ പോലും അന്വേഷിച്ചാൽ അത്തരം ഒരു പെൺകുട്ടിയെ കാണാൻ പോലും വളരെ പ്രയാസമുള്ള ഒരു സാഹചര്യത്തിൽ ആദർശമില്ലാത്ത ഒരു കുട്ടിയെ വിവാഹം കഴിക്കാമോ എന്നാണ് ചോദ്യം. എല്ലാ വിഷയത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം പാലിക്കുകയാണ് ചെയ്യേണ്ടത്.
ഒരാൾ വിവാഹം കഴിക്കുന്നത് കേവലം അയാളുടെ സുഖഭോഗത്തിന് വേണ്ടി മാത്രമല്ല, മരണം വരെയും മരണാനന്തരവും ഒന്നിച്ച് സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇരുവരുടെയും ഭാര്യ ഭർത്താക്കന്മാരുടെ മനസ്സ് ഒന്നാകണം. മനസ്സ് ഒന്നാകണമെങ്കിൽ വിശ്വാസവും അവർ ഉൾക്കൊള്ളുന്ന ആദർശവും ഒന്നായിരിക്കണം. അതുകൊണ്ടാണ് വലാ തൻകിഹുൽ മുശ്രിക്കാത്തി ഹത്താ യുഅ്മിൻ, ഒരു മുസ്ലിമായ വ്യക്തി മുശ്രിക്കത്തിനെ കല്യാണം കഴിക്കാൻ പാടില്ല. ഒരു മുസ്ലിമത്തായ പെണ്ണ് മുശ്രിക്കായ ആളിനെ കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് ഖുർആൻ പറയുന്നു. കാരണം വിരുദ്ധമായ ആദർശങ്ങൾ ഒരു സ്വരച്ചേർച്ചയോടുകൂടി ഒരിക്കലും മുന്നോട്ട് പോവുകയില്ല. അത് സ്ഫടികം കണക്കെ പെട്ടെന്ന് പൊട്ടിപ്പോകും എന്നതുകൊണ്ടാണ്. അപ്പോൾ എന്താണ് വിവാഹം എന്ന കാഴ്ചപ്പാടിനെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് ഇല്ലായ്മയാണ് ഈ ചോദ്യത്തിലുള്ളത്. രണ്ടാമത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം ഫദ്ഫർ ബിദാത്തി ദീൻ, വിവാഹത്തിന് മുന്നിട്ടിറങ്ങുമ്പോൾ നീ പരിഗണിക്കേണ്ടത് മതനിഷ്ഠയുള്ളവളെയാണ്. അവൾ മാത്രമാണ് ദുനിയാവിലും ആഖിറത്തിലും അവളെ കൊണ്ടാണ് സന്തോഷം ഉണ്ടായിത്തീരുക, ഉപകാരപ്രദമുണ്ടായിരിക്കുക എന്നാണ്. മാത്രമല്ല, അതിനിപ്പോൾ നിലവിൽ എങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുക? ഇന്നത്തെ കാലത്ത് പലരും പല കോലത്തിലുമാണല്ലോ, ഉള്ളെന്താണെന്ന് ആർക്കും അറിയില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവിടെയൊക്കെ നമ്മൾ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച ഖിത്ബത്ത്, വിവാഹത്തിന് മുമ്പ് പരസ്പരം കാണുകയും അറിയുകയും അന്വേഷിക്കുകയും ചെയ്യുക എന്ന ആ ഒരു കർമ്മം നമ്മൾ ഭംഗിയായി ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും അത് എനിക്ക് അനുയോജ്യയായ ഭാര്യയാണോ ഭർത്താവാണോ, എൻ്റെ ആദർശമാണോ, ദീനീ നിഷ്ഠയുണ്ടോ, അതല്ല നിഷിദ്ധങ്ങൾ പ്രവർത്തിക്കുന്നവരാണോ എന്നൊക്കെ ഇന്നത്തെ കാലത്ത് തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ്. കൂട്ടുകാർ മുഖേന, കൂട്ടുകാരികൾ മുഖേന, അയൽവാസികൾ മുഖേന, കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ മുഖേന ഒക്കെ മിക്കവാറും ഒരാളെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളൊരു സ്ഥലം എടുക്കുമ്പോൾ ആ സ്ഥലത്തിന് വല്ല ന്യൂനതയുമുണ്ടോ എന്ന് എത്ര ഭംഗിയായി ചോദിച്ചറിയാറുണ്ട്. ഒരു കച്ചവടം ചെയ്യുമ്പോൾ ആ കച്ചവടത്തിന് നഷ്ടം വരാൻ സാധ്യതയുണ്ടോ എന്ന് എത്ര ഭംഗിയായി ചോദിച്ചറിയാറുണ്ട്. എങ്കിൽ അതിലുമപ്പുറം ഞാൻ തിരഞ്ഞെടുക്കുന്ന എൻ്റെ ഇണ എനിക്ക് അനുയോജ്യയാണോ എന്ന് തീർച്ചയായും അന്വേഷിച്ചറിഞ്ഞ് മതനിഷ്ഠയുള്ളവളെ ആയിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്. ഇതിന് ഒരു പക്ഷേ അല്പം കാലതാമസം നേരിടേണ്ടി വന്നാലും അള്ളാഹുവിൽ അതിയായി തവക്കുലാക്കി പ്രാർത്ഥിച്ചാൽ അള്ളാഹു ഇൻഷാ അള്ളാഹ് അത്തരമൊരു സ്വാലിഹത്തായ ഒരു പെൺകുട്ടിയെ അദ്ദേഹത്തിന് ലഭിക്കും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. അള്ളാഹു അത്തരത്തിൽ ആക്കുമാറാവട്ടെ. ഹജ്ജിനോ ഉംറക്കോ പോകാൻ വേണ്ടി അതിയായ ആഗ്രഹത്തോടെ ഒരു കൂട്ടിവെച്ച പണത്തിന് സക്കാത്ത് നൽകേണ്ടതുണ്ടോ എന്നാണ്. സക്കാത്തും ഹജ്ജും ഉംറയും അല്ലെങ്കിൽ വീട് നിർമ്മാണവും ഒക്കെ അല്ലെങ്കിൽ ഒരു ബിസിനസ് ആരംഭിക്കലോ ആയിട്ട് പ്രത്യേകിച്ച് ബന്ധങ്ങളൊന്നുമില്ല. ഇവിടെ സക്കാത്ത് കൊടുക്കേണ്ടത് ഒരാളുടെ കയ്യിൽ നിസ്വാബെത്തി ആ പണം ഒരു വർഷം വരെ നീണ്ടു നിൽക്കുന്നുവെങ്കിൽ അത് എന്തിനെടുത്തു വച്ചാലും ശരി, തീർച്ചയായും അതിൻ്റെ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. ഒരാളുടെ കയ്യിൽ 595 ഗ്രാം വെള്ളിക്ക് സമാനമായ പണമുണ്ടാകുകയും അത് ഒരു വർഷം വരെ കുറയാതെ നിലകൊള്ളുകയും ചെയ്യുമ്പോൾ ഹജ്ജിനെടുത്തു വച്ചാലും ഉംറക്കെടുത്തു വച്ചാലും ശരി, അതിൻ്റെ സക്കാത്ത് നിർബന്ധമായും കൊടുക്കേണ്ടതുണ്ട്. ചില പള്ളികളെങ്കിലും ഈ ഉഷ്ണകാലത്ത് AC ഉള്ള പള്ളികളിൽ ചില വ്യക്തികൾക്ക് AC പറ്റാത്ത സാഹചര്യം, ചിലർക്ക് ജലദോഷം, ചുമ, പനി എന്നിവ. ഇങ്ങനെ AC ഉള്ള പള്ളികളിൽ പലപ്പോഴും ഒരു പാർട്ടീഷൻ കാണാറുണ്ട്. ഈ പാർട്ടീഷൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് ഈ AC ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തി നമസ്കരിച്ചാൽ, അതായത് സ്വഫ് മുറിഞ്ഞുകൊണ്ട് നമസ്കരിച്ചാൽ അത് ജമാഅത്തിൻ്റെ പ്രതിഫലം ലഭിക്കുമോ എന്നാണ് സംശയം. ഇവിടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഗൾഫ് രാജ്യങ്ങളുള്ള പോലെ തന്നെ വലിയ ഉഷ്ണതരംഗം നമ്മൾ അനുഭവിക്കുകയാണ്. ചില ആളുകൾക്ക് തീരെ ചൂട് സഹിക്കാൻ കഴിയുകയില്ല, ചില ആളുകൾക്ക് തണുപ്പ് തീരെ സഹിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ അതിൽ അടിസ്ഥാനപരമായി ഉള്ളത് സ്വഫ് ക്രമീകരിക്കുന്ന ധാരാളം ഹദീത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വന്നിട്ടുണ്ട്. ചേർന്ന് നിൽക്കുക, തോളും അടുത്ത് നിൽക്കുക, അതേപോലെ സഫുകൾക്കിടയിൽ വിടവില്ലാതിരിക്കുക എന്നൊക്കെ, അണിയായി നിൽക്കുക, ഒന്നാമത് സഫിൽ നിൽക്കുക, വലതുഭാഗത്ത് നിൽക്കുക എന്നൊക്കെ. അപ്പോൾ അത്രമാത്രം കൃത്യമാണ്
സഫ്, അത് ഒന്നാം സഫ് കഴിഞ്ഞാൽ രണ്ടാം സഫ് ഈ രൂപത്തിലായിരിക്കണം. തനിച്ച് അകാരണമായി സഫിൻ്റെ പിന്നിൽ ഒറ്റക്ക് നിസ്കരിച്ചു കഴിഞ്ഞാൽ നിസ്കാരം അത് സ്വീകരിക്കപ്പെടുകയില്ല എന്നൊക്കെ വന്നിട്ടുണ്ട്. പൊതുവെ ഒരു ഉഷ്ണമുള്ള ഒരു സമയത്താണ് എങ്കിൽ പാകത്തിന് എല്ലാ ആളുകൾക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന രൂപത്തിലൊരു തണുപ്പ് ഒരു എ സി ആണ് എങ്കിൽ അൽഹംദുലില്ലാ അതാണ് ഖൈർ. അപ്പോൾ എല്ലാ ആളുകൾക്കും ഒരു പരിധി വരെയൊക്കെ അത് ഉൾക്കൊള്ളാൻ സാധിക്കും. എന്നാൽ ആളുകൾക്ക് പ്രയാസപ്പെടുത്തുന്ന രൂപത്തിൽ ഉള്ള ഒരു ശീതീകരണം പള്ളികളിൽ ഇല്ലാതിരിക്കുകയും ചെയ്യണം. സ്വാഭാവികമായും ചില ആളുകൾക്കെങ്കിലും എത്ര തണുപ്പും അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല. എന്നാൽ പ്രത്യേകിച്ച് ജുമാ നമസ്കാരത്തിനൊക്കെ എ സി പ്രവർത്തിച്ചിട്ടില്ല എങ്കിൽ വളരെ പ്രയാസകരവുമായിരിക്കും. അത്തരം സാഹചര്യങ്ങളിൽ അവർ മഅ്സൂർ പ്രയാസമുള്ളവരാണ് എന്ന് മനസ്സിലാക്കി എ സി ഇല്ലാത്ത ഭാഗത്ത് ഒരു പക്ഷേ അവർ ഇമാമിൻ്റെ ശബ്ദം കേൾക്കുന്ന ഇമാമിനെ കാണാൻ സാധിക്കുന്ന രൂപത്തിൽ പിന്നിൽ നിന്ന് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ആ പ്രശ്നം പരിഹരിക്കപ്പെടും എന്നാണ് മനസ്സിലാകുന്നത്. അള്ളാഹു സ്വീകരിച്ചേക്കാം. അള്ളാഹു ആലം. അവധിക്കാലം ആയതിനാൽ കുടുംബം ഒന്നിച്ച് ഉല്ലാസയാത്ര പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു വാഹനത്തിലാണ് പോകുന്നത്. ഇതിൽ പല അംഗങ്ങളും സംഗീതം, മ്യൂസിക് പോലെയുള്ള കാര്യങ്ങളിൽ ഇസ്ലാമിക പ്രമാണങ്ങളുടെ ഗൗരവം മനസ്സിലാക്കാത്തവരാണ്. ഇത് മനസ്സിലാക്കിയ വ്യക്തി എന്ന നിലക്ക് അവരോട് ഇത് പാടില്ല എന്ന് പ്രതികരിച്ചാൽ അവർ എങ്ങനെയായിരിക്കും തിരിച്ചു പ്രതികരിക്കുക എന്നറിയില്ല. ഇത്തരം സാഹചര്യങ്ങളിൽ ഒരു വിശ്വാസി സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? എല്ലാ വിഷയങ്ങളിലും ഒരു വിശ്വാസം സ്വീകരിക്കേണ്ടത് ദീനി നിലപാട് തന്നെയാണ്. പ്രമാണം എന്തു പറയുന്നു എന്നതാണ്. സംഗീതം നിഷിദ്ധമാണ് എന്ന് പ്രമാണങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അപ്പോൾ നിഷിദ്ധമായൊരു കാര്യം നിഷിദ്ധമാണ് എന്ന് മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ള ആളുകളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യണം. ഇദാ റഅ മിൻകും മുൻകറൻ ഫല്യുഗയ്യിറു ബിയദിഹി ഫഇൻ ലം യസ്തതി ബിലിസാനിഹി ഫഇൻ ലം യസ്തതി ബിഖൽബിഹി വദാലിക അദ്അഫുൽ ഈമാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു തിന്മ കണ്ടാൽ കൈകൊണ്ട് തടയുക, അത് സാധ്യമല്ല എങ്കിൽ നാവ് കൊണ്ട്, അതിനും സാധ്യമല്ല എങ്കിൽ മനസ്സുകൊണ്ട്, അത് ഏറ്റവും ദുർബലമായ ഈമാൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞുവല്ലോ. അപ്പോൾ അവർ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് ഇത് നിഷിദ്ധമാണ്, പാടില്ല എന്ന്. തുടർന്നും ആ ഒരു അവസ്ഥയിൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എങ്കിൽ തൽക്കാലം ആ ഒരു കൂട്ടത്തിൽ ടൂർ പോകേണ്ടതില്ല. ഒരു ഹറാം അനുഭവിച്ചുകൊണ്ട് ഹറാം വഴിയിലൂടെ ഒരു അനുവദനീയമായ കാര്യത്തിന് പോകേണ്ടതില്ല. ടൂർ പോകുക എന്നുള്ളത് ഒരു ഹലാലായ ഒരു കാര്യമാണ്. ആ ഹലാല് ഹറാമിൻ്റെ കൂട്ടത്തിലാണ് കൂട്ടിച്ചേർത്ത് കൊണ്ടാണ് പോകാൻ സാധിക്കുന്നതെങ്കിൽ ആ ഹറാം തൽക്കാലം വേണ്ട, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ടൂർ പോകേണ്ടതില്ല എന്ന് മനസ്സിലാക്കി. ചില കാര്യത്തിലൊക്കെ നമ്മൾ തീവ്രവാദികളാണ്, തീവ്ര സ്വഭാവമുള്ളവരാണ് എന്നൊക്കെ നമ്മളെക്കുറിച്ച് പറഞ്ഞാലും ശരി, നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നു, റസൂലിൻ്റെ സുന്നത്ത് സ്നേഹിക്കുന്നു, അള്ളാഹു അക്ബർ, അള്ളാഹുവാണ് ഏറ്റവും വലുത് എന്ന ബോധ്യത്തോടു കൂടി ഇസ്ലാമിൻ്റെ എല്ലാ ഭാഗങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കേണ്ടതുണ്ട്. അപ്പോൾ അത്തരം ഒരു നിഷിദ്ധമായ വഴി സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള യാത്ര ചെയ്യേണ്ടതില്ല. ഒരു വാഹനങ്ങൾ കഴുകുന്ന വാട്ടർ സർവീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന ഒരു സഹോദരൻ്റെതാണ് ചോദ്യം. അദ്ദേഹം ചോദിക്കുന്നത്, പല കസ്റ്റമേഴ്സും വാഹനം കഴുകാൻ ആവശ്യമായ അല്പം ഡീസലോ പെട്രോളോ അവർ കൊടുക്കാറുണ്ട്. എന്നാൽ ഇതിൽ അല്പമൊക്കെ മിച്ചം വരാറുണ്ട്. ഇങ്ങനെ മിച്ചം വരുന്ന ഈ ഇന്ധനം ഇയാളുടെ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കാമോ എന്നാണ്. അടിസ്ഥാനപരമായി അവർ നൽകുന്ന ആ ഡീസൽ, ക്ലീൻ ചെയ്യാൻ വേണ്ടി തന്ന ഡീസൽ ബാക്കിയുള്ളത് തിരിച്ചു കൊടുക്കണം എന്ന് തന്നെയാണ്. കാരണം അത് അവർക്ക് ഉപകാരപ്പെടുന്നതാണ്, തിരിച്ചു കൊടുക്കണം എന്നതാണ്. എന്നാൽ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. മാത്രമല്ല തരുന്ന ആളുകൾക്ക് പോലും ബോധ്യമുണ്ട് ഇത് ബാക്കി എന്തെങ്കിലും അല്പമുണ്ടെങ്കിൽ അവർ എടുക്കും, അത് അനുവാദമുണ്ട് എന്ന അർത്ഥത്തിൽ കൊടുക്കുന്നതാണെങ്കിൽ അവർക്ക് അത് സ്വീകരിക്കാവുന്നതാണ്. ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന ആളുകൾക്ക് അവിടുത്തെ നാട്ടിലുള്ള അവസ്ഥ അല്ലെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കാൻ പറ്റുമെന്നാണോ, അല്ലെങ്കിൽ ഈ അധികമുള്ള ഡീസൽ ഇന്ധനം സ്വീകരിക്കാം എന്നാണോ തന്ന ആളുകളുടെ ഉദ്ദേശം, ഇതൊക്കെ തീർച്ചയായും അറിയേണ്ടതാണ്.
അങ്ങനെ പിന്നെ കുഴപ്പമില്ല എന്നാണെങ്കിൽ അവർക്ക് സ്വീകരിക്കും. അതല്ല എങ്കിൽ ബാക്കിയുള്ളത് അമാനത്തോടുകൂടി വിശ്വസ്യത ഏൽപ്പിച്ചത് എന്നുള്ള നിലക്ക് അത് തിരിച്ചു കൊടുക്കുക തന്നെയാണ് ചെയ്യേണ്ടത്. വേണമെങ്കിൽ അവർ വാങ്ങിക്കൊടുക്കുന്ന സമയത്ത് ഇതിൽ ബാക്കി വന്നാൽ ഉപയോഗിക്കാമോ എന്നവരുടെ സമ്മതം ചോദിക്കാവുന്നതും അതെ, ആയിരിക്കും. ഏതായിരുന്നാലും വ്യക്തത വരുത്തേണ്ടതുണ്ട് അതിൽ. വനിതാ സംരംഭങ്ങൾക്ക് വേണ്ടി ലോൺ എടുത്താൽ വലിയ ഒരു സംഖ്യ സബ്സിഡിയായി ലഭിക്കുന്നു. പലിശ ഇതിൽ വരുന്നുമില്ല എങ്കിൽ ഇത് അനുവദനീയമാണോ എന്നാണ്. പൊതുവെ ഇത്തരം സംരംഭങ്ങൾ ഗവൺമെൻറ് പറയും നിങ്ങൾ ഇന്ന ബാങ്കിൽ നിന്ന് ലോൺ എടുത്തുകൊള്ളുക, നിങ്ങൾക്ക് സബ്സിഡിയായി ഇത്ര നൽകാമെന്നത്. ആ ബാങ്കുമായുള്ള എഴുത്തുകുത്തുകൾ എവിടെയെങ്കിലും ഇപ്പോൾ സ്വാഭാവികമായും ലോൺ എടുക്കുമ്പോൾ ബാങ്ക് തീർച്ചയായും തന്ന മുതൽ മാത്രമല്ല അടക്കണം എന്ന് പറയുന്നത്, മറിച്ച് പലിശ വേണം എന്ന് തന്നെയാണ് ബാങ്കിന് നിർബന്ധ ബുദ്ധി ഉണ്ടാകുക. ഒരുപക്ഷെ അത് വാങ്ങിയ നമ്മൾ കൊടുക്കേണ്ടി വരികയില്ല, മറിച്ച് അത് ഗവൺമെൻറ് സബ്സിഡി എന്ന പേര് പറഞ്ഞുകൊണ്ട് കൊടുക്കുന്നുണ്ടാവും. അങ്ങനെയാണ് പൊതുവെ കണ്ടുവരാറുള്ളത്. അപ്പോൾ ബാങ്കുമായുള്ള എഴുത്തുകുത്തുകളിൽ രേഖകളിൽ പലിശയുണ്ട്, പക്ഷേ അത് നമ്മൾ കൊടുക്കേണ്ട, നമുക്ക് വേണ്ടി മറ്റൊരാൾ കൊടുക്കുന്നു, ഗവൺമെൻറ് കൊടുക്കുന്നു എന്നാണെങ്കിലും ശരി, ആ ഒരു പലിശ കൊടുക്കുന്ന ആൾ എന്ന ഒരു പരിധിയിൽ നമ്മൾ പെടും. അതുകൊണ്ട് അതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് ചെയ്യേണ്ടത് എന്നാണ് മനസ്സിലാകുന്നത്. ഇനി അതല്ല, അങ്ങനെ പലിശയുടെ ഒരു ഭാഗവും ഇല്ല എങ്കിൽ സ്വാഭാവികമായും ഗവൺമെൻറ് കീഴിലുള്ള വ്യക്തികളെ, ആ നാട്ടിലുള്ള ആളുകളെ സഹായിക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയാണല്ലോ. ആ ബാധ്യത നിർവഹിക്കുക എന്നുള്ള നിലയ്ക്ക് സബ്സിഡി തരുന്നുവെങ്കിൽ ആ സബ്സിഡി സ്വീകരിക്കുന്നതിന് കുഴപ്പമില്ല. പോസ്റ്റ് ഓഫീസ് വഴി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പെൺകുട്ടികൾക്കുള്ള സുകന്യ എന്ന് പറഞ്ഞ ഒരു പദ്ധതിയുണ്ട്. അതുപോലെ മറ്റ് ഇൻഷുറൻസ് പദ്ധതികളും ഉണ്ട്. ഇതിൽ ചേരുമ്പോൾ പലിശയുടെ ഭാഗം ഇതിൽ കടന്നു വരുന്നു. എന്നാൽ ഈ പലിശ ഉദ്ദേശിച്ചല്ല ഞാൻ ഇതിൽ ചേർന്നത്. ആ സംഖ്യ പ്രതിഫലം പ്രതീക്ഷിക്കാതെ മറ്റു ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഞാൻ നൽകുന്നു എങ്കിൽ ഇത് അനുവദനീയമാകുമോ എന്നാണ് ഒരു സഹോദരിയുടെ ചോദ്യം. നമ്മൾ ചേരുമ്പോൾ തന്നെ ഏതൊരു പദ്ധതിക്ക് ചേരുമ്പോഴും അതിൽ ഹറാമുണ്ടോ എന്നുള്ള ഉറപ്പ് വരുത്തേണ്ടതുണ്ട്, പലിശയുണ്ടോ എന്നുള്ള ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. തുടക്കത്തിൽ എല്ലാ സംരംഭങ്ങളും പരിശോധിക്കേണ്ടതുണ്ട്. അതില്ല എങ്കിലാണ് അതിൽ ചേരേണ്ടത്. ഇല്ലെങ്കിൽ അനുവദനീയമായ മറ്റെത്രയോ പദ്ധതികളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടല്ലോ, അതിൽ ചേരുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ ഒരു പക്ഷേ ചേർന്നതിന് ശേഷമായിരിക്കും ഇതിൽ പലിശയുടെ അംശം കടന്നു വരുന്നുണ്ട് എന്നിവർ മനസ്സിലാക്കുന്നത് എങ്കിൽ ഈ പെട്ടെന്ന് തന്നെ അത് എടുക്കാൻ കഴിയാത്ത രൂപത്തിലാണ്, അല്ലെങ്കിൽ നിശ്ചിതമായ കാലം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അത് മുതൽ പോലും എടുക്കാൻ സാധിക്കുകയുള്ളൂ. ആ മുതലെടുക്കുമ്പോൾ സ്വാഭാവികമായും അതിൽ പലിശയും വരുന്നുവെങ്കിൽ ആ പലിശ താൻ ഒരിക്കലും ഉപയോഗിക്കാതെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക്, സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങൾക്കോ മറ്റെന്തെങ്കിലും പിന്നെ പാലിയേറ്റീവ് പോലുള്ള അല്ലെങ്കിൽ രോഗികൾക്ക് പോലുള്ള കാര്യങ്ങൾക്കൊക്കെ ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാഹു തആല ആലം. ഇവിടെ ചോദ്യത്തിൻ്റെ ഘടന കണ്ട് അവർ ഇതിൽ പലിശ ഉണ്ട് എന്ന് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചേർന്നത് എന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഏതായിരുന്നാലും പലിശ ഉണ്ട് അറിഞ്ഞായിരുന്നുവെങ്കിൽ ഒരിക്കലും ചേരാൻ പാടില്ലായിരുന്നു. ഇനി ആ ഒരവസ്ഥയിൽ തീർച്ചയായും അവർ ആ പലിശ അവർക്ക് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. വിദേശത്തായിരുന്ന ഭർത്താവ് കുടുംബത്തോടൊന്നിച്ച് താമസിക്കണം എന്ന ആവശ്യാർത്ഥം നാട്ടിൽ വരികയും ഒരു വാടക വീട്ടിൽ താമസിക്കുകയും ചെയ്യുന്നു. സാമ്പത്തികമായി അല്പം പ്രയാസത്തിലാണ് ഈ കാരണത്താൽ. ഈ അവസ്ഥയിൽ ഭാര്യയുടെ ആഭരണത്തിൻ്റെ സക്കാത്ത് കടമുള്ള ഈ ഭർത്താവിന് നൽകാമോ എന്നാണ് സഹോദരിയുടെ ചോദ്യം. ഭാര്യ സക്കാത്ത് കൊടുക്കാറുണ്ട്, ഭർത്താവ് സക്കാത്തിന് അർഹനുമാണ് എങ്കിൽ ഭർത്താവിന് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ആ ഭർത്താവ് ഈ ഖുർആൻ പറയപ്പെട്ട 8 അവകാശികൾപ്പെട്ട ഫക്കീർ, മിസ്കീൻ, അല്ലെങ്കിൽ കടം കൊണ്ട് വലഞ്ഞവൻ, ഇങ്ങനെയുള്ള അവകാശികളിൽ ഉൾപ്പെട്ട ആളാണ് എന്ന് ഉറപ്പുവരുത്തി അതിന് ശേഷമാണ് കൊടുക്കേണ്ടത്. തിരിച്ച് ഭാര്യക്ക് ഭർത്താവ് സക്കാത്ത് കൊടുക്കാൻ ഭർത്താവ് തീർച്ചയായും ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ വബിമ അൻഫഖു മിൻ അംവാലിഹിം, ഭർത്താക്കന്മാരാണ് അവരുടെ ധനത്തിൽ നിന്ന് പിന്നെ ചെലവിന് കൊടുക്കേണ്ടത്. അങ്ങനെ ചെലവിന് കൊടുക്കേണ്ട ആളുകൾക്ക്, ഉദാഹരണമായി വാപ്പ, ഉമ്മ, മക്കൾ, ഭാര്യ, ഇവർക്കൊന്നും തന്നെ നഫക്കത്താണ് കൊടുക്കേണ്ടത്. ഒരിക്കലും അവർക്ക് സക്കാത്ത് കൊടുക്കാൻ പാടില്ല. ഒരു പ്രവാസി സഹോദരൻ്റെതാണ് ചോദ്യം. അദ്ദേഹം ചോദിക്കുന്നത്,
റമദാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം നാട്ടിലായിരുന്നു. പിന്നീടാണ് അദ്ദേഹം വിദേശത്തേക്ക് പോയത്. നാട്ടിൽ ഒരു ദിവസം വൈകിയാണല്ലോ റമദാൻ ആരംഭിച്ചത്. ഈ സാഹചര്യത്തിൽ ഗൾഫ് നാടുകളിൽ അയാൾ ജോലി ചെയ്യുന്ന സ്ഥലത്തെ പെരുന്നാൾ അനുസരിച്ചാണോ, ഉദാഹരണമായി അയാൾക്ക് 29 നോമ്പാണ് ആ വർഷത്തിൽ മുഴുവൻ ലഭിച്ചതെങ്കിൽ അദ്ദേഹത്തിന് 28 ലഭിക്കുന്ന സാഹചര്യമുള്ളൂ. ഇത്തരം സാഹചര്യങ്ങളിൽ എന്താണ് ചെയ്യേണ്ടത്? നോമ്പ് പെരുന്നാൾ കഴിഞ്ഞ് നോറ്റ് വീട്ടേണ്ടതുണ്ടോ എന്നാണ്. നമ്മുടെ നാട്ടിലും ഗൾഫിലും 2 ദിവസങ്ങളിലായിട്ടാണ് നോമ്പ് ആരംഭിച്ചത്. അങ്ങനെ ആ ഒരു അവസ്ഥയിൽ നമ്മുടെ നാട്ടിൽ നിന്നും ഒരാൾ ഗൾഫിലേക്ക് പോകുന്നു. അവിടെ 29 ലഭിച്ചു, ഇവിടെയും 29 ലഭിച്ചു എങ്കിൽ സ്വാഭാവികമായും അയാൾക്ക് 28 നോമ്പ് മാത്രമാണ് ലഭിക്കുക. അയാൾ ചെയ്യേണ്ടത് അവിടെ പെരുന്നാൾ ആഘോഷിക്കുന്ന അന്ന് അയാൾക്ക് 29ാമത്തെ നോമ്പായിരിക്കും. പക്ഷേ അദ്ദേഹം അന്ന് നോമ്പെടുക്കാൻ പാടില്ല. അവരുടെ കൂടെ പെരുന്നാൾ ആഘോഷിക്കുകയും പിന്നീട് ഒരു നോമ്പ് നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കി പിന്നീട് ഖളാ വീട്ടുകയുമാണ് ചെയ്യേണ്ടത്. കുറിയിൽ ചേർന്നു, കുറി കിട്ടി, അതൊരാവശ്യത്തിന് വേണ്ടി ചെലവഴിച്ചു, അതിൻ്റെ അടവ് തിരിച്ചടച്ചുകൊണ്ടിരിക്കുന്നു. ഈ തിരിച്ചടയ്ക്കുന്ന സംഖ്യ സക്കാത്തിന് പരിഗണിക്കേണ്ടതുണ്ടോ? ഇനി അതല്ല, കുറിയിൽ ചേർന്നു, കുറി കിട്ടിയിട്ടില്ല, എല്ലാ മാസവും അതിലേക്ക് അടച്ചുകൊണ്ടിരിക്കുന്നു, ആ സംഖ്യക്കും സക്കാത്ത് ബാധകമാകുമോ എന്നാണ് ഒരു സഹോദരൻ്റെ ചോദ്യം. ഒരാൾ കുറിക്ക് വേണ്ടി പണം കൊടുക്കുന്ന സ്വാഭാവികമായും അയാളുടെ ശമ്പളത്തിൽ നിന്നോ അയാളുടെ കൂലിയിൽ നിന്നൊക്കെ ആയിരിക്കുമല്ലോ. സാധാരണ അദ്ദേഹം സക്കാത്ത് കൊടുക്കേണ്ട ഒരു വ്യക്തിയാണ് എങ്കിൽ സക്കാത്ത് കൊടുക്കുന്ന സമയത്ത് ഈ പണം കൂടി ഒന്നുകിൽ ലഭിച്ച പണമായിരിക്കും അല്ലെങ്കിൽ അടച്ച പണമായിരിക്കും. ആ പണവും മറ്റ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള വരുമാനങ്ങളും കൂടെ കൂട്ടിച്ചേർത്ത് നിസ്വാബ് എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സക്കാത്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ദുൽഹജ്ജ് 13 എൻ്റെ സക്കാത്തിൻ്റെ ഹൗൽ തികയുന്നു, നിസാബ് അനുസരിച്ച് ഞാൻ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. എന്നാൽ ദുൽഹജ്ജ് 29 ഭാര്യയുടെ അനിയത്തിയുടെ നിക്കാഹാണ്, അവർ സാമ്പത്തികമായി പ്രയാസത്തിലാണ്. അപ്പോൾ ഈ വർഷം തികയുന്നതിന് മുമ്പ് ഇവരുടെ വിവാഹത്തിന് സക്കാത്തിൽ നിന്ന് നൽകിയാൽ അത് സക്കാത്തിൻ്റെ പരിധിയിൽ പെടുമോ? അതല്ല വർഷം തികഞ്ഞ് സക്കാത്ത് കൊടുത്ത ശേഷം ബാക്കിയുള്ളതിൽ നിന്ന് സഹായിക്കുകയാണോ വേണ്ടത് എന്നൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത്. അവരുടെ ഹൗൽ നിസാബത്തി വർഷം തികഞ്ഞതിന് ശേഷമാണല്ലോ വിവാഹം നടക്കുന്നത്. അങ്ങനെയാണല്ലോ. അതിന് ഏതാനും ദിവസങ്ങൾ മുമ്പാണ് വിവാഹം. വിവാഹം മുമ്പാണ് എങ്കിൽ ഒരാൾക്ക് അവർ സക്കാത്തിന് അർഹരാണ് എങ്കിൽ ഭാര്യയുടെ സഹോദരി സ്വാഭാവികമായും അവരുടെ രക്ഷിതാവ് ആയിരിക്കുമല്ലോ, അവർക്കായിരിക്കുമല്ലോ സക്കാത്ത് കൊടുക്കുന്നത്. അവർ സക്കാത്തിന് അർഹരാണ് എങ്കിൽ, അല്ലെങ്കിൽ പെൺകുട്ടി സക്കാത്തിന് അർഹയാണ് എങ്കിൽ നിസാബ് എത്തി വർഷം തികയുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി സക്കാത്ത് കൊടുക്കാം എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. സക്കാത്ത് വൈകിപ്പിക്കാതിരിക്കുക, കൊടുക്കുന്നതിന് വർഷം തികഞ്ഞു കഴിഞ്ഞാൽ വൈകിപ്പിക്കാതിരിക്കുക. എന്നാൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾക്ക് വേണ്ടി അല്പം നേരത്തെ കൊടുക്കുകയാണ് എങ്കിൽ അതിന് സക്കാത്താണ് എന്ന നിയ്യത്തോടു കൂടി നേരത്തെ കൊടുക്കാവുന്നതാണ്. അല്ലാഹു തആല ആലം. ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത ഒരു സഹോദരന് ആ കടം വീട്ടാൻ വേണ്ടി സക്കാത്തിൻ്റെ പണം നൽകി സഹായിക്കാമോ എന്നാണ്. അദ്ദേഹം സക്കാത്തിന് അവകാശിയാണ് എങ്കിൽ ഒന്നുകിൽ ഫക്കീറാണ്, മിസ്കീനാണ്, അല്ലെങ്കിൽ പിന്നെ കടമുള്ള ആൾ, ഈ 3 വിഭാഗങ്ങളിൽപ്പെട്ട അല്ലെങ്കിൽ സക്കാത്തിന് അർഹരായ മറ്റു വിഭാഗങ്ങളിൽപ്പെട്ട ഒരാളാണ് എങ്കിൽ അയാൾക്ക് കൊടുക്കാവുന്നതാണ്. നമ്മൾ അദ്ദേഹത്തിന് കൊടുക്കുന്നത് അദ്ദേഹം പലിശക്കെടുത്തു, അങ്ങനെ പലിശയെ പ്രോത്സാഹിപ്പിക്കുക എന്നർത്ഥത്തിലല്ല. ഒരു പക്ഷേ വളരെ ഗത്യന്തരമില്ലാത്തൊരു അവസ്ഥയിൽ അദ്ദേഹം എടുത്തതായിരിക്കാം, അതിനെ ന്യായീകരിക്കുകയുമല്ല. എത്ര ഗത്യന്തരമില്ലാത്ത അവസ്ഥയാണെങ്കിലും പലിശയ്ക്ക് എടുക്കാൻ പാടില്ല എന്ന് തന്നെയാണ് നമ്മൾ ആളുകളെ പഠിപ്പിക്കുന്നത്. പക്ഷേ ഇദ്ദേഹം ഫക്കീറാണ്, മിസ്കീനാണ്, അല്ലെങ്കിൽ കടബാധ്യതയുള്ള ആളാണ് എന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിന് സക്കാത്ത് കൊടുക്കാവുന്നതാണ്. ഒരു പക്ഷേ അതുകൊണ്ട് അയാളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുമല്ലോ. ഒരാൾക്ക് അദ്ദേഹം കടം കൊടുത്ത പണം എന്ന് തിരികെ ലഭിക്കും എന്ന് വ്യക്തതയില്ല എങ്കിൽ ആ പണത്തിന് വർഷാവർഷം സക്കാത്ത് നൽകേണ്ടതുണ്ടോ? അതോ 5 വർഷം കഴിഞ്ഞാണ് ലഭിക്കുന്നതെങ്കിൽ ലഭിക്കുന്ന സമയത്ത് ഈ
5 വർഷത്തെയും കൂടി ഒന്നിച്ച് കണക്കാക്കി കൊടുക്കേണ്ടതുണ്ടോ അതോ അന്നത്തേത് മാത്രം കൊടുത്താൽ മതിയോ എന്നൊക്കെയാണ് സംശയം. കടത്തിൻ്റെ സക്കാത്തിനെ കുറിച്ച് പണ്ഡിതന്മാർക്ക് വ്യത്യസ്ത വീക്ഷണങ്ങളുണ്ട്. അള്ളാഹു ആലം അതിലേറ്റവും ശരിയായി തോന്നുന്നത് ഇപ്പോൾ തിരിച്ചു ലഭിക്കുന്ന കടമാണ് എങ്കിൽ നമ്മൾ ചോദിക്കാൻ മടിക്കുന്നു, അയാൾ എപ്പോൾ വേണമെങ്കിലും തരും, തരാൻ സമയവുമായിട്ടുണ്ട്, എന്നിട്ടും നമ്മൾ ചോദിച്ച് വാങ്ങിയിട്ടില്ല എങ്കിൽ വർഷാവർഷം അതിൻ്റെ സക്കാത്ത് കൊടുക്കണമെന്നാണ്. ഇനി രണ്ടാമത് രൂപം ആളുകൾ അവർ നിഷേധിക്കുക, ഞാൻ നിനക്ക് തരാനില്ല എന്ന് പറയുകയാണ്. അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഇപ്പോഴില്ല, എപ്പോഴാണ് എൻ്റെ കയ്യിൽ പണം ഉണ്ടാകുക എന്ന് എനിക്കറിയില്ല, ഞാൻ എന്ന് തിരിച്ചു തരും എന്നും എനിക്കറിയില്ല എന്ന രൂപത്തിൽ ഒരു പക്ഷേ ഇനി കിട്ടാൻ സാധ്യതയില്ല, എന്ന് കിട്ടുമെന്നറിയില്ല എന്നൊരവസ്ഥയാണ് എങ്കിൽ അവിടെ പണ്ഡിതന്മാർ പറഞ്ഞത് കിട്ടുന്ന ആ സന്ദർഭത്തിൽ അതിൻ്റെ സക്കാത്ത് കൊടുക്കുക. ഇമാം മാലിക്കി മദ്ഹബിൻ്റെ അഭിപ്രായമാണ്. അള്ളാഹു ആലം ഒന്നുകൂടി ശരിയായി തോന്നുന്നത്, കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു വർഷത്തെ സക്കാത്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. മുൻ വർഷങ്ങളെ പരിഗണിക്കേണ്ടതില്ല എന്നർത്ഥം. വേണം എന്നുള്ള പണ്ഡിതന്മാരുണ്ട്, പക്ഷേ ഒന്നുകൂടെ ശരിയായി തോന്നുന്നത് അള്ളാഹു ആലം മാലിക്കി മദ്ഹബിന്. കാരണം അത് പിന്നീട് അയാൾക്ക് വലിയ ഒരു ബാധ്യതയായി തീരുവാൻ സാധ്യതയുണ്ട്. ഉള്ള പണത്തേക്കാൾ കൂടുതൽ ഒരു പക്ഷേ സക്കാത്ത് കൊടുക്കേണ്ട അവസ്ഥ അങ്ങനെ ആകുമ്പോൾ ഉണ്ടാകുവാനും ഒരു പക്ഷേ വഴിയുണ്ട്. EMI അഥവാ മാസ തവണ വ്യവസ്ഥകളായി സാധനങ്ങൾ വാങ്ങാമോ? ഉദാഹരണത്തിന് ഒരു മൊബൈൽ വാങ്ങുമ്പോൾ അവർ പറയുന്നു അതിന് പലിശയില്ല എന്ന്, എങ്കിലും സർവീസ് ചാർജായി മുൻകൂട്ടി ഒരു സംഖ്യ അടക്കണം എന്നും അവർ ആവശ്യപ്പെടുന്നു. ഇത് അനുവദനീയമാണോ എന്നാണ്. EMI എന്ന് പറയുമ്പോൾ കേവലം സർവീസ് ചാർജ് മാത്രമല്ല, അതൊക്കെ ഇപ്പോൾ പലിശ എന്ന വാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആളുകൾ വാങ്ങുകയില്ല എന്നതുകൊണ്ട് വ്യത്യസ്ത പേരുകളിലൂടെ ഇപ്പോൾ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്ന് പറയുന്നത് പോലുള്ള ചില വഴികൾ മാത്രമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. EMI എന്ന് പറയുമ്പോൾ അതിൽ മറ്റൊരു വഴി കൂടെ, മാസം കൃത്യമായൊരു സംഖ്യ അടച്ചു തീർക്കുകയാണെങ്കിൽ നിങ്ങൾ അധികമായി ഒന്നും നൽകേണ്ടതില്ല, മറിച്ച് എപ്പോഴെങ്കിലും അത് അടയ്ക്കാൻ വൈകിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫൈൻ എന്ന് അവർ പറയുന്നു, പലിശ നൽകേണ്ടതുണ്ട് എന്നാണ്. അവരാഗ്രഹിക്കുന്നതും ആളുകൾ കൃത്യസമയത്ത് അടക്കണമെന്നല്ല, അടവ് തെറ്റിക്കട്ടെ എന്നാണ്. കാരണം എങ്കിൽ മാത്രമാണല്ലോ എന്തെങ്കിലും ഒരു ഫായിദ അവർക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നിഷിദ്ധമായ ഒരു വ്യവസ്ഥ വെച്ചുകൊണ്ട് ഒരു കച്ചവടത്തിൽ നമ്മൾ ഏർപ്പെടാൻ പാടില്ല. ഞാൻ കൃത്യമായും ഒരടവും തെറ്റാതെ ആ സമയാസമയത്ത് ഞാൻ നൽകിക്കൊള്ളാം എന്ന് വിചാരിച്ച് അയാൾക്ക് അതിൽ ചേരാൻ പാടില്ല. കാരണം അവിടെ ഒരു നിഷിദ്ധമായ ഒരു വ്യവസ്ഥയിൽ അയാൾ കരാർ ഏർപ്പെട്ടിരിക്കുന്നു. ആ കരാർ ഇതാണ്, അടവ് തെറ്റിക്കഴിഞ്ഞാൽ ഞാൻ ഫൈൻ തരാൻ തയ്യാറാണ് എന്ന ഒരു നിബന്ധന അംഗീകരിച്ചുകൊണ്ടാണ് അയാൾ അതിൽ ഏർപ്പെട്ടിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ആ ഒരു വഴി ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത്. എനിക്ക് കുറച്ച് സ്വർണമുണ്ട്, വേറെ ജോലിയൊന്നുമില്ല, ഭർത്താവിൻ്റെ കയ്യിൽ കൂടുതൽ സമ്പാദ്യമൊന്നുമില്ല, അദ്ദേഹത്തിന് ജോലിയുണ്ട്, എനിക്ക് ഹജ്ജ് നിർബന്ധമാകുമോ എന്നാണ്. ഇനി ഭർത്താവിൻ്റെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഹജ്ജിൻ്റെ ചിലവ് ഞാൻ വഹിക്കണോ, എൻ്റേത് ഞാനും അദ്ദേഹത്തിൻ്റേത് അദ്ദേഹവും എങ്ങനെയൊക്കെയാണോ വഹിക്കേണ്ടത്? എൻ്റെ ഹജ്ജിൻ്റെ നിർബന്ധ കാര്യത്തിലുള്ള സംശയമാണ് അവരുടെ ചോദ്യത്തിൻ്റെ ഉള്ളടക്കം. ഇബാദത്തുകളൊക്കെ വ്യക്തിപരമാണ്. ഒരാളുടെ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് ഇതൊക്കെ വ്യക്തിപരമാണ്. ഭാര്യയുടെ സക്കാത്ത് ഭർത്താവ് കൊടുക്കുക, ഭർത്താവിൻ്റെ നിസ്കാരം ഭാര്യ നിർവഹിക്കുക എന്നൊന്നുമല്ല. ചിലതൊക്കെ ഇസ്ലാം അതിൽ അനുവദിച്ചിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു പുരുഷന് ഹജ്ജ് ഉംറ നിർബന്ധമാകുന്ന നിബന്ധന അയാൾക്ക് സാമ്പത്തികമോ ശാരീരികമോ ആയ ഈ കഴിവുകൾ ഉണ്ടാകുക എന്നുള്ളതാണ്. സ്ത്രീക്കാണെങ്കിൽ ഇതിന് പുറമെ അവരുടെ കൂടെ ഭർത്താവോ മെഹ്റമോ ഉണ്ടാകുക എന്നാണ്. ഇതുണ്ടെങ്കിൽ മാത്രം ആണ് അവർക്ക് ഹജ്ജും ഉംറയും നിർബന്ധമായി തീരുക. ഭാര്യയുടെ കയ്യിൽ പണമുണ്ട് ഹജ്ജിന് പോകാൻ, എന്നാൽ അവരുടെ കൂടെ പോകാൻ മെഹ്റമായ ആരുമില്ല, ഭർത്താവിന് അതിലുള്ള സാമ്പത്തിക ശേഷിയുമില്ല എങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവിനെ സഹായിക്കാം, ഭർത്താവിന് ചിലവ് കൂടെ എടുത്ത് പോകാം.
ഇനി അതല്ല അവർക്ക് സാധിക്കുകയില്ല എങ്കിൽ, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ചിലവെടുക്കാൻ എന്നെക്കൊണ്ട് സാധിക്കുകയില്ല, ഞാനതിന് തയ്യാറല്ല എങ്കിൽ അവർക്ക് ഹജ്ജ് നിർബന്ധമില്ല. അതേപോലെ തന്നെ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ശാരീരികമായ കഴിവുണ്ട്, പക്ഷെ സാമ്പത്തികമായി ഇല്ല. ഭാര്യ എത്ര സമ്പന്നയായിരുന്നാലും ശരി, ഭർത്താവിന് ഹജ്ജ് അവിടെ നിർബന്ധമായി തീരുന്നില്ല. ആർക്കാണോ നിബന്ധന ഒത്തിണങ്ങിയത് അവർക്കാണ് ഹജ്ജും ഉംറയും ഉള്ളത്. വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മനിസ്തതാ ഇലൈഹി സബീല എന്നാണ് ഖുർആൻ പറഞ്ഞത്. അതായത് സ്വർണമുള്ള ഈ സഹോദരിക്ക് ആ സമ്പാദ്യം കൊണ്ട് ഹജ്ജ് ചെയ്യാൻ അനുവദനീയ സാഹചര്യമാണെങ്കിൽ അവർക്ക് അത് നിർബന്ധമായി വരും. അതോടൊപ്പം അവർ മെഹറമുണ്ട് മഹറം കൂടെ ഉണ്ടാകും. ഉണ്ടെങ്കിൽ മാത്രം. പിതാവ് മരിച്ചാൽ അനന്തര സ്വത്ത് വിഹിതം വെക്കുമ്പോൾ പുരുഷൻ്റെ പകുതി സ്ത്രീക്ക് എന്ന രൂപത്തിലാണല്ലോ. എന്നാൽ വീതം വെക്കാത്ത വാടക പൈസ പോലെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് വീതിക്കേണ്ടത്? സ്ഥലം മാത്രമല്ല, വരുമാനം കൂടെ ഇതേ രൂപത്തിൽ തന്നെയാണ് വീതിക്കേണ്ടത്. അപ്പോൾ ഒരാൾക്ക് മരണപ്പെട്ടു പോയ വ്യക്തിക്ക് ഏതാനും കടകളാണ്, റൂമുകളാണ് ഉള്ളത്. ആ റൂമുകളാകട്ടെ ഇങ്ങനെ 2 റൂം ആൺകുട്ടിക്ക്, 1 റൂം പെൺകുട്ടിക്ക് എന്ന രൂപത്തിൽ വീതം വെക്കാൻ കഴിയാത്തൊരവസ്ഥയുമാണ് എങ്കിൽ മൊത്തം അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം എത്രയാണ് എന്ന് നോക്കി അതിന് ആൺകുട്ടിക്ക് പെൺകുട്ടിയുടെ ഇരട്ടി എന്നുള്ള രൂപത്തിൽ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. കഴിഞ്ഞ ചെറിയ പെരുന്നാൾ ദിനത്തിൽ വീടിൻ്റെ അടുത്തുള്ള 5 കുടുംബങ്ങളിലേക്ക് ഫിത്ർ സക്കാത്തിൻ്റെ അരി നൽകുകയുണ്ടായി. ഇടത്തരം കുടുംബത്തിൽപ്പെട്ടവരാണെന്ന് ചോദ്യകർത്താവ് കൂട്ടിച്ചേർക്കുന്നു. ആ കുടുംബം തിരിച്ച് ഇവർക്കും ഫിത്ർ സക്കാത്തിൻ്റെ അരി നൽകുകയുണ്ടായി. എങ്കിൽ ഞങ്ങളുടെ ഫിത്ർ സക്കാത്തിൻ്റെ ബാധ്യത വീഡിയോ എന്നാണ്. ഫിത്ർ സക്കാത്ത് ഇസ്ലാം നിർബന്ധമാക്കിയത്, 1, പെരുന്നാളിന് പട്ടിണി അടക്കുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. 2, നോമ്പിൽ വന്ന പാകപ്പിഴവുകൾ പരിഹരിക്കപ്പെടാൻ വേണ്ടിയാണ്. ഹദീസുകളുടെ ഭാഷ തുഅമത്തുൽ മസാക്കീൻ, മിസ്കീനിനുള്ള ഭക്ഷണം എന്നാണ്. അപ്പോൾ തീർച്ചയായും നമ്മൾ സക്കാത്തുൽ ഫിത്രായി കൊടുക്കേണ്ടത് ഫക്കീറോ മിസ്കീനോ ആയ ആളുകൾക്കാണ്. അവർക്ക് എല്ലാവരും നൽകി ധാരാളം അവരുടെ കയ്യിലുണ്ടായിരുന്നാലും ശരി, അതൊന്നും കുഴപ്പമില്ല. നമ്മൾ ഫക്കീറോ മിസ്കീനോ അല്ല, നമ്മൾക്ക് ഒരാൾ സക്കാത്തുൽ ഫിത്റുമായി വന്നാൽ അവരോട് പറയണം, ഞങ്ങളിതിന് അർഹരല്ല, സക്കാത്തിന് അർഹരല്ല ഞങ്ങൾ, നിങ്ങൾ അവകാശികൾക്ക് നൽകുകയാണ് ചെയ്യേണ്ടത് എന്നാണ് പറയേണ്ടത്. ഒരാളുടെ കയ്യിൽ അദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ പലിശ ഇനത്തിലുള്ള കുറച്ച് സംഖ്യയുണ്ട്. അത് പൊതു ആവശ്യത്തിന് വേണ്ടി ഒരു CCTV ക്യാമറയോ മറ്റോ വെക്കാൻ ഉപയോഗിക്കാമോ? ഇങ്ങനെ വെക്കുന്ന ക്യാമറയ്ക്ക് വേണ്ടി പള്ളിയിൽ നിന്നും കറണ്ട് ഉപയോഗിക്കാമോ എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. 1, പലിശ നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് തന്നെയാണ്. പലിശ കൊടുക്കുന്ന ആളുമാകാൻ പാടില്ല, വാങ്ങുന്ന ആളുമാകാൻ പാടില്ല നമ്മൾ. പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ശമ്പളം ലഭിക്കുന്ന ആളുകളാകട്ടെ, അല്ലെങ്കിൽ വിദേശങ്ങളിൽ പണം അയക്കുന്ന ആളുകളാകട്ടെ, അവരുടെ അക്കൗണ്ടുകളിൽ പലിശ വരാറുണ്ട്. അവർ നോക്കേണ്ടത് പലിശ ഇല്ലാത്ത അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി വന്നു കഴിഞ്ഞാൽ അത് തനിക്കോ തൻ്റെ ചെലവിന് കീഴിൽ ഉള്ള ആളുകൾക്കോ മാത്രമായിട്ടല്ലാതെ മറ്റേതെങ്കിലും വഴികളിലേക്ക് ചെലവഴിക്കുക. രോഗികൾക്ക് വേണ്ടിയോ പൊതു പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയോ ഒക്കെ. ഇപ്പോൾ ഇദ്ദേഹം ഒരു ക്യാമറ ഫിറ്റ് ചെയ്യാനെന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ആണോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് മാത്രം ഉപകാരപ്പെടുന്ന രൂപത്തിലാണോ എങ്കിൽ തീർച്ചയായും അത് അയാൾ ഉപയോഗിക്കുവാൻ പാടില്ല. മറിച്ച് പൊതുവായി ഇപ്പോൾ അങ്ങാടിയിൽ ഒരു ക്യാമറ വെക്കുകയാണ്, ഇങ്ങനെ പൊതുജനങ്ങൾക്ക് വേണ്ടി തനിക്ക് മാത്രമല്ലാത്ത രൂപത്തിൽ ഉള്ളതാണ് എങ്കിൽ അവർ പക്ഷേ അത് അനുവദിക്കപ്പെട്ട വഴിയായേക്കാം. അല്ലാഹു അലം. ഒക്കെ ഏതായിരുന്നാലും ആധുനിക വിഷയങ്ങളാണല്ലോ. പള്ളിയിലേക്ക് ഇത്തരം ക്യാമറയ്ക്ക് വേണ്ടി പള്ളിയിൽ നിന്ന് കറണ്ട് എടുക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ, പള്ളി അത് വഖഫ് ആണ്. ആ പള്ളിയിലുള്ള കാര്യങ്ങളൊക്കെ അതിൽ ചിലവും വരവുമൊക്കെ പള്ളിയുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് പള്ളി കമ്മിറ്റിയുമായി അത് എത്രയാണോ കറണ്ട് എടുക്കുന്നതിൻ്റെ കാശ് തീർച്ചയായും അവർക്ക് കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ പള്ളി കമ്മിറ്റി അത് അംഗീകരിച്ച് കൊടുക്കുകയാണ് എങ്കിൽ കുഴപ്പമില്ല. ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ വളരെ സംതൃപ്തനാണ്.
എന്നാൽ ആകെ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ ഉലട്ടുന്നൊരു പ്രശ്നം, സ്ഥാപന മേധാവി അവിടെ നടക്കുന്ന ഇസ്ലാമികമായ പ്രഭാഷണങ്ങളിലും മറ്റുമായി പലപ്പോഴും പ്രമാണവിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നു. ഇതിനെ എതിർക്കാനോ അല്ലെങ്കിൽ അതിനോട് മറ്റു രൂപത്തിൽ പ്രതികരിക്കാനോ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ മാനസികമായി വളരെ പ്രയാസത്തിലാണ്. എന്താണ് ഇത്തരം സാഹചര്യങ്ങൾ സ്വീകരിക്കേണ്ട നിലപാടെന്താണ്? അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പരീക്ഷണമാണ്. നല്ല മനസ്സിന് സന്തോഷമേകുന്ന ഒരവസ്ഥയിലാണ് അദ്ദേഹത്തിൻ്റെ ജോലിയെങ്കിലും മനസ്സിനെ വല്ലാതെ കുറ്റപ്പെടുന്ന രൂപത്തിൽ ഇസ്ലാമിനെയും പ്രവാചനെയൊക്കെ വിമർശിക്കുന്ന അല്ലെങ്കിൽ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായി സംസാരിക്കുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ മേലുദ്യോഗസ്ഥനായോ അല്ലെങ്കിൽ അത്തരം സംസാരങ്ങൾ അവിടെയുള്ള ആളുകളിൽ നിന്ന് കേൾക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ഒരു പക്ഷേ അതിന് പ്രതികരിക്കുമ്പോൾ അതിനു വേണ്ടിയുള്ള കൃത്യമായ മറുപടികൾ പറയുമ്പോൾ ജോലിയിൽ പല തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നാലും ശരി, അവിടെ ഒരു പക്ഷേ ഇതൊക്കെ ആളുകൾ സംസാരിക്കുന്ന തെറ്റിദ്ധാരണ മുഖേനയായിരിക്കാം, അറിവില്ലായ്മ മുഖേനയായിരിക്കാം. ഇസ്ലാം ദീൻ അത് സത്യമാണല്ലോ, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, തീർച്ചയായും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യോഗ്യമായ മതം ഇസ്ലാം മാത്രമാണ്. ഇസ്ലാം എന്നത് അള്ളാഹുവിനുള്ള സമർപ്പണമാണ്. അള്ളാഹുവാണ് അതിൻ്റെ നിയമങ്ങൾ എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് എന്നതുകൊണ്ട് ലോകത്തുള്ള സർവമാന മനുഷ്യർക്കും അനുയോജ്യമാണ് ഇസ്ലാമിലെ എല്ലാ നിയമങ്ങളും എന്ന് പൂർണ്ണമായി വിശ്വസിച്ച് അവരുടെ തെറ്റിദ്ധാരണകൾ നീക്കി ഒരു പക്ഷേ നരകത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് അവർ രക്ഷിക്കുവാനുള്ള ഒരു വഴി അയാൾക്ക് ഉണ്ടായേക്കാം. ഒരിക്കലും തൻ്റെ ജോലിക്ക് എന്തെങ്കിലും ഭംഗം നേരിടുമോ എന്ന് വിചാരിച്ച് മിണ്ടാതിരിക്കുകയോ അതിൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്താതിരിക്കുകയോ അല്ല ചെയ്യേണ്ടത്. മദീന മുനവ്വറയിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണല്ലോ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹയുടെയും ഖബറിടം ഉള്ളത്. എന്നാൽ പിന്നീട് ആയിഷ റളിയല്ലാഹു അൻഹയുടെ സമ്മതം ചോദിച്ച് ഉമർ റളിയല്ലാഹു അൻഹയുടെ മൃതദേഹവും അവിടെ മറവുകയും ചെയ്യുകയുണ്ടായി. അതിനുശേഷം ആയിഷ റളിയല്ലാഹു അൻഹ പൂർണ്ണ ഹിജാബോടെ അല്ലാതെ അവിടെ പ്രവേശിക്കാറുണ്ടായിരുന്നില്ല എന്ന് കേൾക്കുന്നു. ഇത് ഖബറിൽ കിടക്കുന്നവർ ഇങ്ങോട്ട് കാണുന്നു, അതായത് ഉമർ റളിയല്ലാഹു അൻഹു ആയിഷ റളിയല്ലാഹു അൻഹയെ കാണുന്നു എന്ന തരത്തിലാണല്ലോ വരുന്നത്. ഇത് ശരിയാണോ, സഹിയാണോ? അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ വേണ്ടി കൊണ്ടുവരുന്ന ചില ചരിത്രങ്ങളും ചില കെട്ടുകഥകളും പലപ്പോഴും ഈ ആളുകൾ ഈ കൊണ്ടുവരാറുണ്ട്. ഇവിടെ ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്നൊരു കാര്യം, ഇപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു മരണാനന്തരവും കാണും. അങ്ങനെ കാണുന്ന ഒരാളോട്, കേൾക്കുന്ന ഒരാളോട് നമ്മളെ കാര്യങ്ങൾ ചോദിക്കാമല്ലോ, ദ്വാർക്കാമല്ലോ, പ്രാർത്ഥിക്കാമല്ലോ എന്നാണ് അതിൻ്റെ അടുത്ത സ്റ്റെപ്പ്. അതോ മരിച്ചുപോയ ആളുകളോട് പ്രാർത്ഥിക്കാമല്ലോ എന്നതിലേക്കാണ് ഇത്തരം ചില സംഭവങ്ങൾ കൊണ്ടുവരുന്നത്. ഇവിടെ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇസ്ലാം പഠിപ്പിക്കുന്ന അള്ളാഹു അല്ലാത്ത ആളുകളോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമോ ഇല്ലയോ. ഖുർആനിൽ എത്രയോ പ്രവാചകന്മാരുടെ ധാരാളം പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥനകളൊക്കെ അല്ലാഹുമ്മ യാ റബ്ബ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. നിസ്കാരത്തിലുള്ള പ്രാർത്ഥനകൾ, നിത്യജീവിതത്തിലുള്ള പ്രാർത്ഥനകൾ, അവിടെ ഒന്നും തന്നെ അള്ളാഹു അല്ലാത്ത ആളുകളുള്ള ഒരു പ്രാർത്ഥന പോലുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിൽ ഇബ്രാഹിം നബിയെ കാക്കണേ എന്ന് പറഞ്ഞ് ഒരു പ്രാർത്ഥനയുമില്ല. അപ്പോൾ എന്ത് കഥ കൊണ്ടുവന്നാലും ശരി, അടിസ്ഥാനപരമായി ദുആ, പ്രാർത്ഥന, അത് അള്ളാഹുവോട് മാത്രമേ ഉള്ളൂ എന്നാണ് എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ചത്. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് തൗഹീദ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കഥ തെളിവായി തീരുകയില്ല. ഇനി രണ്ടാമത് മനസ്സിലാക്കേണ്ടത്, ഉമർ റളിയല്ലാഹു അൻഹു കാണും എന്നാണെങ്കിൽ 6 അടി മണ്ണിൻ്റെ ചുവട്ടിൽ നിന്നും മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ആയിഷ റളിയല്ലാഹു അൻഹയെ കാണാമെങ്കിൽ, അപ്പോൾ പിന്നെ ഉള്ളൊരു ചോദ്യം, ഹിജാബ് ധരിച്ചിട്ടും എന്താ കാര്യം? ഈ 6 അടി മണ്ണിൻ്റെ ചുവട്ടിൽ നിന്ന് കാണുമെങ്കിൽ ഒരു ഹിജാബ് മറച്ചതുകൊണ്ട് ഫായിദ ഇല്ലല്ലോ. അപ്പോൾ ഹിജാബ് ധരിക്കാത്ത രൂപത്തിൽ കാണുകയില്ലേ? അതേതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്നൊരു കാര്യമാണ്. എന്നാൽ ആയിഷ റളിയല്ലാഹു അൻഹ അവിടെ ഒരു ഹിജാബ് ധരിച്ചത്, അല്ലെങ്കിൽ പൂർണ്ണമായ രൂപത്തിൽ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭർത്താവാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു
അവിടുത്തെ അവരുടെ പിതാവാണ്. അപ്പോൾ അവരുമായുള്ള ഒരു രൂപത്തിലല്ല ജീവിതകാലത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിനോടുണ്ടായിരുന്നത്. അദ്ദേഹം ഒരു അന്യനാണ്. മരണാനന്തരവും ആ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഉമർ റളിയല്ലാഹു കാണും കേൾക്കും എന്ന അർത്ഥത്തിലല്ല. ആ മുമ്പുണ്ടായിരുന്ന ഒരു മാനസികമായ അവസ്ഥ അത് നിലനിർത്തി എന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാതെ മരണപ്പെട്ടു പോയ മഹാന്മാരെ കാണും കേൾക്കും, അവരോട് പ്രാർത്ഥിക്കാം, അവരൊക്കെ മണ്ണിൻ്റെ ചുവട്ടിൽ നിന്ന് എല്ലാം കേൾക്കുന്നവരാണ്, നിയന്ത്രിക്കുന്നവരാണ് എന്നൊക്കെയുള്ള വിശ്വാസം തീർത്തും തൗഹീദിന് വിരുദ്ധമാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് എതിരാണ്.